ഹേ മച്ചാന്മാരെ, എല്ലാവർക്കും ആഗീസ് ട്യൂബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ നേരമായി ചെയ്യാൻ തുടങ്ങിയിട്ട് സൈക്കിൾ സഫാരിയാണ്. നേരമൊക്കെ ഇന്ന് പെലന്ന് വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നേരം പെലന്ന് വന്നു. അപ്പം നമുക്ക് സൈക്ലിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഏതായാലും സൈക്ലിങ്ങിന് പോവാം. അപ്പോൾ ടൈമെന്ന് പറയണത് 6:20 അപ്പം നമുക്ക് എന്തായാലും മിൽമയിലും പോകണേ. ഇപ്പോഴല്ല, ഇച്ചിരി കഴിയുമ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ മതി. നമുക്കതിലൊന്ന് കയറാം. മച്ചാന്മാരെ കണ്ടിട്ട് നോക്കി. മച്ചാന്മാരെ നമ്മുടെ ഇവിടെ അടുത്ത് നമ്മുടെ ആശ്രമം നിൽപ്പുണ്ട്. ഓക്കെ മച്ചാന്മാരെ, എങ്ങനെയുണ്ട് ഗീസ്? പൊളിയല്ലേ? രാവിലെ ഇങ്ങനെ ഇറങ്ങാൻ എനിക്കിത് നോക്കിയിട്ടൊരു ചെറിയൊരു മൈസൂർ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടണമെന്ന് പറയുക, ചെറിയൊരു മൈസൂർ ഫീൽ. ഇവിടെ വണ്ടി പോകുന്നുണ്ട്. ഞാൻ ഏതാണ്ട് 4 മണിക്ക് എഴുന്നേറ്റാണ് ഗൈസ്. അച്ഛന്മാർ ഇതൊരു ചേട്ടൻ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്പീഡിലൊന്നും പോകണ്ട, നമുക്ക് ക്യാമറ ആംഗിളൊന്ന് മാറ്റിയേക്കാം. എൻ്റെ മോനെ, പൊളി. ഞാൻ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. ചുമർ നമ്മുടെ സലാമിക്കാനൊക്കെ ഉണ്ടോ ഗൈസ്? ഹായ്, ഞാൻ കട സലാമിക്കയുടെ ഇവിടെ ഒരു കടയുണ്ട്, സീനത്തുമ്മയുടെ കടയുണ്ട് ഇവിടെ. വണ്ടി പോകുന്നു. ഷോറൂം പോലത്തെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മയുടെ വീടാണ്. ഫ്രണ്ട്സ്, നമുക്ക് നമ്മയുടെ ചോദിച്ചു നമുക്ക് എഴുകുളത്ത് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കെന്തായാലും നേരെ സ്ഥലത്തോട്ട് പോവാം. ഇപ്പോൾ ഭംഗിയാണോ എന്നറിയില്ല. ഇപ്പോൾ ഓളപ്പായലില്ലേ ഗൈസ്, അത് മൊത്തം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ എഴുകുളത്ത്. ഇപ്പോൾ ഭംഗിയുണ്ടാകുന്നൊന്നും നമുക്കറിയില്ല. മച്ചാന്മാരെ, സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ആസ്വദിക്കുന്നുണ്ടോ ഗൈസ് നിങ്ങൾ ഈ പ്രകൃതിയുടെ ഭംഗി? വിഷയം തന്നെ ഗൈസ്, ഒന്നും പറയാനില്ല. നമ്മുടെ എഴുകുളം ഈ വീടിൻ്റെ പുറകിൽ. ഇങ്ങോട്ട് പോയാൽ പെട്രോൾ പമ്പ്, ഇങ്ങോട്ട് പോയാൽ ആശുപത്രി പഠിക്കുക, ഇങ്ങോട്ട് പോയാൽ നമ്മുടെ അമ്പലത്തിലോട്ടുള്ള വഴിയാണ്. ഓക്കെ, നമ്മളിതേ നമ്മുടെ എഴുകുളം ഗൈസ് പൈസ വാങ്ങിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, 1/2 ലിറ്റർ അല്ലേ ഫ്രണ്ട്സ്? സൈക്കിൾ വെക്കാം, കുപ്പി സൈക്കിൾ വെച്ചു. നമുക്കെന്തായാലും ഞാൻ പറഞ്ഞ നമുക്ക് പാടത്തൊക്കെ ഇറങ്ങാം ഗൈസ്, സൂപ്പറാണ്. ഓക്കെ, പാടത്തൊക്കെ ഇറങ്ങി നമുക്ക് കളിച്ചിട്ടൊക്കെ പോരാ. ഇച്ചിരി സ്പീഡിൽ പോയാലേ കറക്റ്റ് സമയത്ത് ഈ ഒരു സമയത്ത് വേണം ആ പാടത്ത് പോകാൻ. അത്രക്ക് അടിപൊളിയാണ്. സൂപ്പറെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ എങ്ങനെയാണെന്നറിയില്ല. അത്രക്കും ഭംഗിയുള്ള നാച്ചുറൽ സെറ്റപ്പിലുള്ളൊരു പാടം. മച്ചാന്മാരെ, സ്പോട്ടിലോട്ട് പോവാം. പക്ഷെ ബ്ലൂടൂത്ത് സ്പീക്കറും കൂടി എടുക്കേണ്ടായിരുന്നു, നല്ല പാട്ടൊക്കെ വെച്ച് പോകാമായിരുന്നു. ഓക്കെ മച്ചാന്മാരെ, പൊളിയല്ലേ? കാറ് വന്നിട്ടുണ്ട് ഗൈസ്. ഉഷമ്മയുടെ വീടാണിത് ഗൈസ്. നമ്മുടെ സലാമിക്കട എന്തായാലും നേരെ മിൽമയിലോട്ട് പറപ്പിക്കാം ഗൈസ്. ഗ്ലാസ് മാറ്റി ശരിയാകില്ല സ്പീഡിൽ പോണതുകൊണ്ട്. കണ്ണിൽ ഒരു തരം വണ്ട് അവന്നടിക്കും ഗൈസ്. ഓക്കെ മച്ചാന്മാർ, നമ്മൾ ഈ റൂട്ടാണ് നമ്മൾ മിൽമായി പോണ വഴി. നമുക്കെന്തായാലും നേരെ പോവാം. ബെല്ലടിച്ചായിരുന്നു മച്ചാന്മാർ. നമ്മൾ കുരുവാളയുടെ കട എടുത്തിട്ടുണ്ട്, കുരുവാളൻ്റെ കട എടുത്തിട്ടുണ്ട്.
ഓക്കെ പോകുന്നു. അച്ഛന്മാരെ നമ്മൾ മിൽമയിൽ ഈ റൂട്ട് വഴിയാണ് പോകേണ്ടത്. ഓടിയില്ല ഗൈസ്. എൻ്റെ ഒച്ച അടഞ്ഞിരിക്കാണ്ട് പോകാനും പറ്റുന്നില്ല. ഇവിടുന്ന് നേരെ കയറി ആ വഴി പറഞ്ഞാൽ മിൽമ എത്തും. നമ്മൾ മിൽമയാണ് പോകേണ്ടത്. ഓക്കെ 1/2 ലിറ്റർ ആണല്ലേ അമ്മ പറഞ്ഞത്? ഓക്കെ 1/2 ലിറ്ററാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ് പട്ടി 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 ഗൈസ് പട്ടി ഗൈസ് പട്ടി 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 ചേട്ടാ പട്ടി പട്ടി ചേട്ടാ പട്ടി 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 അതേ പുറകെ. അയ്യോ ചേട്ടാ എനിക്ക് അങ്ങോട്ട് പോകണം. അയ്യോ ചേട്ടാ മച്ചാന്മാരെ നമ്മൾ തിരിച്ചു പോയാണ്. അപ്പോൾ ഇനി നമുക്ക് സൊസൈറ്റി പോകണം. ഓക്കെ മിൽമ സൊസൈറ്റി സ്റ്റേഷനിൽ നമുക്ക് പോകുക, പാല് വാങ്ങുക, തിരിച്ചു വരിക. ഓക്കെ അത്രയ്ക്കുള്ള പരിപാടി. പിന്നെ കോഴിക്ക് തീറ്റ കൊടുക്കണം, ആടിന് തീറ്റ കൊടുക്കണം. സൂപ്പർ സൂപ്പർ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ദിവസം എനിക്ക് എവിടെ പോയിട്ടും ഇത്രയുള്ള ഈ ഭംഗിയുള്ള സ്ഥലം ആപ്പാടെ ഇട്ടിരിക്കുന്ന മൂകാംബിയെ പോയപ്പോഴും പഴനി പോയപ്പോഴാണ് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത്. വേറെ ഒന്നും നമുക്കിത് കിട്ടിയിട്ടില്ല. വൈ എന്താ കിട്ടാഞ്ഞേ? ഉച്ചമാരെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ ഓക്കെ ഗൈസ് ഗൈസ് നമ്മളിത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇതേ പൈസ വാങ്ങിയാണ്. ഓക്കെ ഫ്രണ്ട്സ് 1/2 ലിറ്റർ അല്ലേ ഫ്രണ്ട്സ്? സൈക്കിൾ വെക്കാം. കുപ്പി സൈക്കിൾ വെച്ചു. നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞ നമുക്ക് പാടത്തൊക്കെ ഇറങ്ങാം ഗൈസ്. സൂപ്പറാണ്. ഓക്കെ പാടത്തൊക്കെ ഇറങ്ങി നമുക്ക് കളിച്ചിട്ടൊക്കെ പോരാ. ഇച്ചിരി സ്പീഡിൽ പോയാലേ കറക്റ്റ് സമയത്ത് ഈ ഒരു സമയത്ത് വേണം ആ പാടത്ത് പോകാൻ അമ്മ പറഞ്ഞത്. ഓക്കെ 1/2 ലിറ്ററാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ് പട്ടി 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 ഗൈസ് പട്ടി ഗൈസ് പട്ടി പട്ടി പട്ടി. ഓക്കെ ഗൈസ് ജീവൻ പോയി. 2 പട്ടികൾ വന്നു ഗൈസ്. നന്നായിട്ട് ഓടിച്ച് എന്തായാലും പെട്ടെന്ന് എത്തി മിൽമ. 2 ചേട്ടന്മാരുണ്ടായിരുന്ന. ഓക്കെ ഗൈസ് എൻ്റെ മൊബൈലിന് ഇടയ്ക്ക് സ്പേസ് കൂടിയതുകൊണ്ട് സ്പേസ് ഇല്ല. അതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോ കട്ടാകും. അപ്പം ഞാൻ വല്ലോ ഫോട്ടോസോ വല്ലതും കളയണം. അപ്പോൾ ആ ഒരു ടൈമിൽ സമയം പോകും. ഓക്കെ എന്തായാലും നമ്മുടെ പാടം വെട്ടിയിട്ട് കാണാം. പാടത്ത് ചെല്ലാം നമുക്ക്. ഓക്കെ എന്നിട്ട് കാണാം. അല്ലെങ്കിൽ അവിടെ വരെ എടുത്ത് കഴിഞ്ഞാൽ സീനാകും ഗൈസ്, പോസ്റ്റ് ആകും. അല്ലെങ്കിൽ വേണ്ട ഗൈസ് എടുത്തേക്കാം. നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ ഇവിടെ എവിടെ അല്ലായിരുന്നു. ഗൈസ് നമ്മുടെ മിൽമ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മിൽമയിൽ ഇറങ്ങാം. തിരിച്ച് നമ്മൾ ആര്യക്കര റൂട്ടിലായിരിക്കും നമ്മൾ പോകണത്. അല്ലെങ്കിൽ അയ്യോ പേടിച്ചു. ഇവിടെ മിൽമയിലുള്ള അണ്ണന്മാരാണ്. മരം മിൽമയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം നമുക്ക് കിട്ടെടുക്കാം ഗൈസ്. നമ്മൾ 1/2 ലിറ്ററിന് 30ആണ്. 1/2 ലിറ്റർ നമ്മൾ വാങ്ങണത്. നമ്മൾ ടിക്കറ്റ് വന്നത് അണ്ണൻ നമ്മള് പാല് വാങ്ങിയാണ് ഗൈസ്. അങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് പാല്. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. ഫ്രണ്ട്സ്
നമ്മൾ മിൽമായിൽ നിന്ന് പാലും മേടിച്ച് പോരുകയാണ് ഗൈസ്. നമ്മൾ നേരത്തെ പോയ റൂട്ടിൽ കൂടി പോകുന്നില്ല, അവിടെ പട്ടി നമ്മളെ കടിക്കാഞ്ഞ ഭാഗ്യം. നമുക്കെന്തായാലും ആര്യക്കര മെയിൻ റോഡ് റൂട്ട് വഴി പോവാം, നമുക്ക് തിരിച്ചു പോവാം. ചായ ഇട്ട് കുടിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണമല്ലോ, അതായത് എൻ്റെ ആണ്. ഓക്കെ, അവിടെ നിങ്ങൾ ആര്യക്കര അമ്പലം കൂടി കാണിക്കാം ഫ്രണ്ട്സ്. ഹൈവേ എന്നല്ല പറയാൻ പറ്റില്ല, ചെറിയൊരു വലിയ റോഡ്. നമ്മൾ ഇങ്ങോട്ടൊന്ന് കയറണം. വണ്ടി തിരക്കൊന്നും അധികം ഇല്ല ഇപ്പം. തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ റോഡ് മുറിച്ച് കിടക്കാം. ഓക്കെ, നമ്മുടെ സഫാരി മന്തി പാലസ് കാണാത്തവർ ചുരുക്കമായിരിക്കും, എങ്കിലും കാണാത്തവർക്ക് കണ്ടോ സഫാരി മന്തി പാലസ്. നമുക്കിത് ഇങ്ങനെ ഇതിലുമ്പോഴാണ് നമുക്ക് പോകുന്നത്. കമലൻ ട്രാവൽസ് കൂടി കാണിച്ചേക്കാം. ഓക്കെ, അതായത് നമ്മുടെ കമലൻ ട്രാവൽസ് സൂപ്പർ നല്ല കിടിലൻ വണ്ടികളാണ്. എല്ലാം നല്ല ലേസ് വർക്കും എല്ലാം ഉള്ള വണ്ടികളാണ്. ഇതാണ് നമ്മുടെ ആര്യക്കര, നമ്മുടെ ഗ്രൗണ്ട്, എൻ്റെ സ്കൂളാണിത്. ഓക്കെ, ഏതായാലും ക്യാമറ ആംഗിൾ മാറ്റി കമലം ട്രാവൽസ് കളിച്ചു. ഗൈസ്, ഇത് കമലത്തിൻ്റെ ഏറ്റവും പുതിയ വണ്ടിയാണ്. അത് പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചോട്ടമൊക്കെ പോയി, ഇപ്പോൾ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കമലത്തിൻ്റെ ബസ്സുകളെന്ന് പറയുന്നത്. ഇത് പുതിയ വണ്ടിയല്ല ഗൈസ്, ഇത് നന്ദുവാണ് നമ്മുടെ. പിന്നെ അത് ഓറഞ്ച് ബ്യൂട്ടിയാണ് അവിടെ. ഇവിടെ നമ്മുടെ എന്താ ജാനകി ഗൈസ്, നമ്മുടെ ജാനകി എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ് ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്കെന്തായാലും വീട്ടിലോട്ട് ഇനി പോവാം ഗൈസ്. അവിടെ ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. അവിടെ ഒരു പോമറേനിയൻ പട്ടിയില്ല ഗൈസ്, കുറേ പോമറേനിയൻ പട്ടികൾ ഗൈസ്, രണ്ടെണ്ണം അവിടെ നിൽക്കുന്നു. സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഓടിച്ചേനെ. നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞാൽ ഓടിച്ചതേ ഉള്ളൂ ഗൈസ് നമ്മളെ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് മൊത്തം പട്ടി ശല്യമാണ് ഗൈസ്. കംപ്ലൈൻറ്റ്. സെൽഫി സ്റ്റിക്ക് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? വീഡിയോ കട്ടാക്കി ഇങ്ങനെ വെച്ച്, സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ വെച്ച്. അന്നേരം കണ്ടില്ല നിങ്ങൾ, 3 എണ്ണം ഉണ്ടായിരുന്നു. ഒരു മേലിഞ്ഞ നാടൻ പട്ടിയും ഒരു 2 പോമറും ഉണ്ടായിരുന്നു. പൂറപ്പട്ടിയില്ലേ, അതിനാണ് പേടിക്കേണ്ടത്. കടിച്ച പിന്നെ ഭയങ്കര കടിച്ച് കീറിക്കളയും ഗൈസ്. അതൊക്കെ വിട്, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ബാക്കി ചെയ്യാം. ഓക്കെ, നമ്മൾ ഗൈസ് നമ്മുടെ ഉഷാമ്മയുടെ വീടാണ് ഗൈസ് ഇത്. നമുക്ക് നമ്മുടെ ജിമ്മാണത്. ഉഷാമ്മരെ നമ്മൾ ആശുപത്രിക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല, നല്ല ഫാസ്റ്റാണ് ഗൈസ്. ചമര എന്നാരോ വിളിക്കാനുണ്ട്, എന്നാലും തിരിച്ചു പോട്ടെ എന്ന്. ചമര ചേട്ടാ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്ന് ചോദിച്ചാണ്. ഓക്കെ ഫ്രണ്ട്സ്, ചേച്ചി ഗൈസ്, നമ്മുടെ ജാനകി ബസ്സാണ് ഈ വന്നത്. ജാനകി നമ്മൾ കാണിച്ചില്ലായിരുന്നു ഈ ബസ്. പിന്നെ KSRTC, ഇതാണ് പറഞ്ഞ KSRTC, എല്ലാ ബസ്സും സ്റ്റാൻഡാണ്, ബസ് സ്റ്റാൻഡ്. ഗൈസ് കണ്ടോ ഗൈസ്, അങ്ങോട്ട് നോക്ക് ഗൈസ്, ഭംഗിയൊക്കെ നോക്ക്. പെലന്ന് വന്നേളൂ ഗൈസ്, ഒരു ദിവസം ജനിച്ച് വന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ കട പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ഒറ്റക്ക് ഇങ്ങനെ വന്ന ഫീല്, ഒറ്റക്ക് വന്നാലേ പറയാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല, അത്രക്കും കിട്ടില്ല ഫീലാണ് ഗൈസ്. ഇങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല ഗൈസ്, ഉള്ള ഞാൻ പറഞ്ഞേക്കാം. ഭയങ്കര ഫീൽ. ഗൈസ് എത്തി ഗൈസ്, മൊഹമ്മേട്ടി എത്തി ഗൈസ്, ഇപ്പം എത്തും ഗൈസ്. ഇവിടുന്ന് കാണാവോ ഗൈസ്? ദേ ഗൈസ് എത്തിയാണോ കാണുന്നത്? ഗൈസ് നമുക്ക് സൈക്കിൾ എന്തായാലും ഇവിടെ ഒതുക്കിയേക്കാം. സൈക്കിൾ നമുക്ക് എവിടെ എടുത്ത് വയ്ക്കാം നമുക്ക് ഗൈസ്. ചമാരി, ഇതാണ് നമ്മുടെ മൊഹമ്മേട്ടി എന്ന് പറയണത്.
ബോട്ടൊന്നും വരാൻ സമയമായില്ലെന്നാണ് തോന്നുന്നത്. ബോട്ടൊന്നും കാണാനില്ല. അവിടെ കുറേ വള്ളങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ വള്ളങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇവിടെ നല്ല വൈബാണ്, നല്ല ആംബിയൻസ് ഒക്കെയാണ് ഈ ഒരു സമയത്തെന്ന് പറയാനാണെങ്കിൽ. ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് മൊഹമ്മേട്ടി എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് മീൻ വാങ്ങാൻ പോകണം. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് സെൽഫി സ്റ്റിക്കാക്കി കളയാം. അച്ഛന്മാരെ നമ്മുടെ മൊഹമ്മേട്ടി ഇതൊക്കെയാണ് സംഭവം. ഇങ്ങോട്ടൊക്കെ ഇതേ അവിടെ കുറച്ച് 2-3 ബോട്ടുകൾ കിടപ്പുണ്ട്. ഇതേ അവിടെ ഒരു ബോട്ട് കിടക്കണുണ്ടോ ഗൈസ്. ഞാനിവിടെയാണ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വന്ന സ്ഥലം. ഓക്കെ, നമുക്ക് നേരെ എന്തായാലും കടയിലോട്ട് പോവാം. നമ്മൾ മൊഹമ്മേത്തി തൊഴുതിറങ്ങിയെന്ന് ഗൈസ്. നമ്മൾ മൊഹമ്മേത്തിയിൽ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നമുക്കെന്തായാലും സൈക്കിളെടുത്ത് നേരെ ഫിഷ് വാങ്ങാൻ ഓക്കെ ഗൈസ്. എനിക്കെന്തായാലും നല്ല രീതിക്ക് ടൈമൊക്കെ സ്പെൻഡായി. ഒരു ബോറടിയും കൂടാതെ സംഭവങ്ങൾ സെറ്റായി കിട്ടി. തവളച്ചേട്ടനൊന്ന് ആദ്യം കാണാം. നമ്മുടെ തവളച്ചേട്ടൻ നല്ല പോലെ തവളയുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കും. ഇവിടെ തവള നമ്മുടെ കടയിലെ ചേട്ടനാണ്. ചേട്ടനൊരു യൂട്യൂബ് തുടങ്ങാൻ പോയല്ലേ? ചേട്ടനോടൊന്ന് തുടങ്ങാൻ പോയാണ്. നമുക്ക് തുടങ്ങുമ്പോൾ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറയാമല്ലോ, സപ്പോർട്ട് ചെയ്ത് വിടുക. ഓക്കെ, അപ്പം നമുക്ക് മീൻ വാങ്ങാം ഗൈസ്. നമുക്ക് മീൻ വാങ്ങിയിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ ഉള്ള മീൻ കാണിച്ചു തരാം. ഉല്ലാനുണ്ട് ഗൈസ്, കൂരിയുണ്ട്, ചെമ്മീനുണ്ട്, കോലനുണ്ട്. ഇതെന്ത് മീനാണ്? ഇത് കതിരാൻ ഉണ്ട്, കരിമീനുണ്ട് ഗൈസ്. എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ ഇല്ലാത്ത മീനൊന്നും ഇല്ല. വരാലുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോരും അല്ലേ? ഇപ്പോൾ കറി വെക്കാൻ എന്തെങ്കിലും തരം മീൻ വേണമല്ലോ. ബോട്ടെന്ന് പറയണത് മുഹമ്മദ് ജെട്ടിയിലോട്ട് പോകുന്ന വഴി കട കാണാൻ കഴിയും. നമ്മൾ മുഹമ്മേട്ടി പോണേ കണ്ടല്ലോ, ആ റൂട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കട കാണാൻ പറ്റുന്നതായിരിക്കും. ഇതേ അങ്ങനത്തെ മീനൊക്കെ പിടിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കെന്തായാലും കറിക്കുള്ള ചെറിയ മീൻ വാങ്ങാം. നമ്മൾ ശരി ഇവിടെ നിന്നാണ് ഗൈസ് മീൻ വാങ്ങണത്. ഓക്കെ അച്ഛന്മാരെ അണ്ണ പോണേ. ഫ്രണ്ട്സ്, നമ്മളത് എന്തൊക്കെയാണ് മീനാണ് വാങ്ങിയെന്ന് വെച്ചാൽ 1 കിലോ കൂരി വാങ്ങി, പിന്നെ 1/2 കിലോ പരലും വാങ്ങി ഗൈസ്. ഓക്കെ, എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി വീട്ടിലോട്ട് പോവാം ഗൈസ്. ഓക്കെ, ഫുള്ള് മഞ്ഞ് കയറിയിരിക്കും ഗൈസ് കന്നഡ ഭാഗത്തൊക്കെ. വീണ മൊബൈലൊക്കെ പൊട്ടും, ക്യാമറയൊക്കെ പൊട്ടും, അമ്മ അടിക്കുമ്പോൾ പ്രശ്നമാവും. ശരിയെന്നാ ഫ്രണ്ട്സ്, നമ്മൾ 1 കിലോ കൂരി, 1/2 കിലോ പരൽ. ഓക്കെ, 1/2 കിലോ തന്നെ ധാരാളമാണ് പരലൊക്കെ. കൂരി കറി വെക്കാനാണ്, നല്ല ടേസ്റ്റാണ് ഗൈസ്. ഗൈസ്, നമ്മളൊരു പട്ടി വന്നുകൊണ്ടാണ് കട്ട് ചെയ്തത്. ഓക്കെ, എന്തായാലും ഇനി നേരെ നമുക്ക് എവിടെയാ ഇനി നേരെ വീട്ടിലോട്ട് ഒന്നുമില്ല. അവിടെ നമ്മൾ മുറിച്ച് കടന്നിട്ടുണ്ട് റോഡൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, നേരെ വീട്ടിലോട്ടാണ്. നമ്മൾ നേരെ തീർക്കുകയാണ്. അയ്യോ, നമ്മൾ നേരെ തെറിക്കുകയാണ് ഗൈസ്. ഈ ക്യാമറ പിടിച്ച് എൻ്റെ കൈ ഓടിയാറായി ഗൈസ്. അല്ലാത്ത അയ്യോ കൈയൊക്കെ കഴക്കണം ഗൈസ്. കൈയൊക്കെ ഗൈസ്. ഇനിയൊന്ന് വീഡിയോ കട്ട് ചെയ്യണേ.
കൈയൊക്കെ വേദനെടുക്കണം ഗൈസ്. ഓക്കെ, മൾബറി, പിന്നെ മൾബറിയുള്ള വീടെത്തി. ഓക്കെ ശരി അമ്മൂമ്മ. അതായത് നമുക്ക് വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. എഴുകുളം എത്തിയിട്ടുണ്ട്. എഴുകുളം നേരെ തന്നെ പോവാം ഗൈസ്. ജട്ടിയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഗൈസ്. അമ്മ 1 കിലോ കൂരിയും വാങ്ങി. 1 കിലോ 1 കിലോ അല്ല, 1/2 കിലോ പലരുന്നു ഗൈസ്. പരലും വാങ്ങി, 1 കിലോ കൂരിയും വാങ്ങി കേട്ടോ ഗൈസ്. പരലിന് പലരുന്നു അമ്മ. പിന്നെ ഹലോ ഗൈസ്, അമ്മയുടെ പറയട്ടെ ഗൈസ്. അമ്മ 3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, 3 പേര്. ഞാൻ വീഡിയോ എടുത്ത് പോണ വഴി മോനെ ചാനലിൻ്റെ പേരെന്തുവാന്ന് പറഞ്ഞു. ഇപ്പോൾ ടൈപ്പ് ചെയ്താൽ കിട്ടില്ല, ലിങ്ക് അയച്ചു തരാൻ വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞു. 3 പേരുടെ വാട്സപ്പ് നമ്പർ ഒന്ന് കട്ടിയിട്ട് ഗൈസ്. നാളത്തേക്കുള്ള കണ്ടൻറ്റിൻ്റെ കാര്യം ഒരു ചേട്ടനോട് പറഞ്ഞു ഗൈസ്. ആ കാര്യം അമ്മയോട് പറയട്ടെ. നിങ്ങളറിയില്ല, നല്ലൊരു കിടിലൻ കണ്ടൻറ്റ് ഉണ്ട് ഒരു 8 മണിയാകുമ്പോൾ ഗൈസ്. എല്ലാ പരിപാടിയും ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നാളെ ഒരു വീഡിയോ ആയിട്ട് വരും. നമ്മൾ എന്തെങ്കിലും കാപ്പി കുടിക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് വന്നതായിരിക്കും. അപ്പോൾ അത്രയായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ലവ് യു ആൻഡ് ടേക്ക് കെയർ.